വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ പകരം ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ വശത്തും ആവണ വിധത്തിൽ വേണം മുക്കിയെടുക്കാനായിട്ട്. ഒരു മുട്ട വെച്ചിട്ട് 2 ബ്രെഡ് കറക്റ്റായിട്ട് കിട്ടും. എല്ലാ ഭാഗത്തും എത്തിക്കണം മുട്ടയുടെ ആ ഒരു മിക്സ്. ഇനി ബ്രെഡ് റെഡിയാക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നെയ്യോ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഞാൻ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബ്രെഡിന്. നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത്. വലിയവർക്കും കഴിക്കാം. ഇനിയിപ്പോൾ മധുരം വേണ്ടാന്നുള്ളവർക്ക് അതിന് പകരമായിട്ട് ഉപ്പിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കാലത്തൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇങ്ങനൊന്ന് എളുപ്പത്തിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഇനം കാണിക്കുന്നത് കുബൂസ് വെച്ചിട്ടുള്ളതാണ്. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇത് നല്ല കട്ടിയുള്ള കുബൂസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുബൂസൊക്കെ ബാക്കി വരുന്നത് നമ്മളെപ്പോഴും എടുത്ത് കളയലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ 2 കട്ടിയുള്ള കുബൂസാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള കുബൂസ് ഉണ്ട്, അതെടുക്കരുത്. കട്ടിയുള്ള തന്നെ നോക്കി എടുക്കണം. ആദ്യം 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ പകരം ഉപ്പിട്ട് കൊടുത്തിട്ടും ഇതും റെഡിയാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ നല്ല കട്ടിയുള്ള കുബൂസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രീസറിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തതാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അതിനെ വിടർത്തി കൊടുത്തിട്ട് വേണം മുട്ടയിൽ മുക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ആവുന്ന വിധത്തിൽ വേണം മുക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് എല്ലാ പീസും അങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് അതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് എല്ലതും നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ കുബൂസൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ബാക്കി വരുന്നത് എടുത്ത് കളയലാണ്. ഇതേപോലെ കട്ടിയുള്ള കുബൂസാണെങ്കിൽ ഇതേപോലെ മുട്ടയിൽ മുക്കി പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കാലത്തൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. മധുരത്തിന് പകരമായിട്ട് ഉപ്പിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. ഇത് പിള്ളേർക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണം.